ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെ ഭയപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന ഹെറോദോസിനെയാണ്. ഇനി ഹെറോദോസ് ഭയപ്പെടുവാനായിട്ട്, അസ്വസ്ഥനാകുവാനുമായിട്ടുള്ള കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ കീർത്തിയാണ്. യേശു വളരെ കീർത്തി പ്രാപിച്ചപ്പോൾ, അതായത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും എല്ലാം ഫേമസ് ആയിക്കൊണ്ടിരുന്നപ്പോൾ ഹെറോദോസ് ഭയന്നു. കാരണം ആ യേശുവിൽ അവൻ കണ്ടത് താൻ കൊന്നുകളഞ്ഞ സ്നാപക യോഹന്നാനെ ആണ്. ആ യേശുവിൽ അവൻ കണ്ടത് തൻ്റെ തിന്മയാണ്. ആ യേശുവിൽ അവൻ കണ്ടത് തൻ്റെ പാപമാണ് എന്നുള്ളതാണ്. ആ പാപം അവനെ ഭയത്തിലേക്ക്, അതുപോലെ അസ്വസ്ഥതയിലേക്കും അവനെ നയിച്ചു എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഭാരതീയ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുറിവും ആ മുറിവിൻ്റെ ഫലമായിട്ടുള്ള വേദനയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തിരുസഭയ്ക്കൊരു മുറിവാണ്. കാരണം ഏത് മതത്തെയും പ്രചരിപ്പിക്കുകയും വിശ്വസിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാം എന്ന നിയമമുള്ള അതേ രാജ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനീതി കടന്നു വരുമ്പോൾ ആർക്കായാലും വേദനയുണ്ടാവും, പ്രയാസമുണ്ടാവും, അസ്വസ്ഥത ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് തിന്മയുടെ ഗൂഢശക്തികൾ ചേർന്നുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇല്ലാത്ത കുറ്റമാണ് ചുമത്തുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വേദന നൽകുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതിൽ വലിയൊരു നന്മ കടന്നു വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു സഹോദര വൈദികൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം ഇതിനെതിരായിട്ട് ഒരു റാലി സംഘടിപ്പിക്കുകയാണ്. വൈകുന്നേരം ഈ ആശയം വന്നുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയാണ്. എന്നാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം അവർ ചിന്തിക്കുകയാണ്, ഇത് മാത്രം മതിയോ, ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്ന്. പക്ഷേ പിറ്റേ ദിവസം കണ്ടത് ആയിരങ്ങൾ ഒന്നിച്ചുകൂടി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സഭയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനമാണെന്നോ, ഏത് കത്തോലിക്ക സഭയിൽ തന്നെ പെട്ട ഏത് സഭകളിലാണെന്നോ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പുകളിലാണെന്നോ ഒന്നും നോക്കിയില്ല. മറിച്ചോ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ അവർ ഒന്നിച്ചു കൂടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, മുറിവുകൾ സംഭവിക്കുമ്പോൾ ഒരുമയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഈ ഒരുമയിലൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുകയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു അനുഗ്രഹമല്ലേ? ഇനി ക്രിസ്തുവിനെ, യേശുവിനെ കണ്ടപ്പോൾ ഹെറോദോസ് ഭയപ്പെട്ടു. ഇനി നമ്മളെ കാണുമ്പോൾ ഈ സിസ്റ്ററിനെതിരായിട്ട് പ്രവർത്തിച്ചവർ ഭയപ്പെടണം, നമ്മൾ ഭയപ്പെടുത്തണം. എങ്ങനെയാണ് ഭയപ്പെടുത്തേണ്ടത്? നമ്മളിൽ ക്രിസ്തുവിനെ കണ്ടാൽ മാത്രമേ അവർ ഭയപ്പെടുകയുള്ളൂ. അവർ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. അപ്പോഴാണ് ഹെറോദോസ് ഭയപ്പെട്ടതുപോലെ, യേശുവിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടതുപോലെ നമ്മളിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന, ഇത്തരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവർക്ക് ഭയമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നീതി കൊണ്ടും ഒരുമ കൊണ്ടും വിശ്വാസം കൊണ്ടും, ആ വിശ്വാസം ഏറ്റുപറയുന്ന ശൈലി കൊണ്ടുമെല്ലാം നമ്മളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിക്കുന്നവർ ഭയപ്പെടുവാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.